നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ നാട്ടിലേക്ക് പോവുകയാണ്. നാട്ടിലേക്ക് പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഒരുപാടുണ്ടെങ്കിൽ കൂടെ അഭി കൂടെ ഇല്ലാത്തതിൻ്റെ ഒരു വിഷമമുണ്ട്. കാരണം ഒറ്റയ്ക്ക് പോകുമ്പം ഒരു സുഖമില്ല അല്ലേ, നമ്മളൊരാൾ അവിടെ ആക്കി പോകുമ്പോൾ ആ ഒരു സങ്കടം ഉണ്ടെങ്കിലും നാട്ടിൽ നമ്മൾ ഉത്സവം കൂടാൻ പോകുന്നതിൻ്റെ സന്തോഷത്തിലാണ്. എൻ്റെ ബ്രദറും ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കഷ്ടകാലത്തിന് ഞാൻ സ്പൈസ് ജെറ്റ് ആയിരുന്നു എടുത്തത്. അവൻ നേരത്തെ അവിടെ എത്തി, ഞാൻ അതുകൊണ്ട് തന്നെ അവിടെ ലേറ്റായി. ഇത്രയും മോശപ്പെട്ട ഒരു കസ്റ്റമർ കെയർ ഉള്ള ഒരു എയർ ലൈൻ ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല. ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ അനുഭവം ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം 12 മണിക്ക് പോകേണ്ട ഫ്ലൈറ്റ് നീട്ടി പിറ്റേ ദിവസത്തെ പുലർച്ചയാക്കി. ഉച്ചയ്ക്ക് 12 മണിക്ക് പോകേണ്ട ഫ്ലൈറ്റ്. അങ്ങനെ പലരും അവിടെ എന്നെപ്പോലെ പോസ്റ്റ് ആയിട്ടിരിക്കുകയായിരുന്നു. പിന്നെ കുറേ കോഴിക്കോട്ടുകാരായതുകൊണ്ട് തന്നെ എല്ലാവരോടും സംസാരിച്ച് കമ്പനി ആവാൻ പറ്റി. അങ്ങനെ നമ്മൾ അവസാനം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഫ്ലൈറ്റ് കയറി. മുകളിൽ നിന്നുള്ള നമ്മളെ ദുബായിൻ്റെ വ്യൂ ആണ്. പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇത് വീഡിയോ എത്രത്തോളം നീതി പുലർത്തുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷെ അടിപൊളിയാണ്. അങ്ങനെ രാവിലെയായി, നമ്മൾ കാത്തിരിപ്പിലാണ് നമ്മളുടെ സ്ഥലത്തെത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ലാൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം പ്രവാസികൾക്ക് എല്ലാം പറഞ്ഞാൽ മനസ്സിലാവും. ഞാൻ ആദ്യമായിട്ടാണ് ഇത് അനുഭവിക്കുന്നത്. അവിടെ ലാൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷം സത്യം പറഞ്ഞാൽ അതൊരു ഹെവൻലി ഫീലിംഗ് തന്നെ ആയിരുന്നു. അങ്ങനെ നമ്മൾ ചെക്കൗട്ടൊക്കെ കഴിഞ്ഞു. നമ്മളുടെ കൊച്ചു ഭയങ്കര ലൈനൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കൊച്ചു കുപ്പിയും പരിപാടികളും അറിയാലോ, അതൊക്കെ സെറ്റാക്കിയിട്ട് നമ്മളിനി ബാക്കി നാട്ടിലാണ് പരിപാടി. അനിയൻ കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു. അനിയനും അനിയൻ്റെ ഫ്രണ്ടും ബാക്കി അടിപൊളിയാക്കാൻ പോവാണ്. നാട്ടിൽ വന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ സെറ്റാക്കാൻ